നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക പോലീസ് എന്നും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരിയെന്നും അറിയപ്പെടുന്നയാളാണ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ജീവനിൽ കൊതിയില്ലാതിരിക്കുമോ? ഇറാനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ട്രംപിൻ്റെ ഭാഷയിൽ ഒരു കൊതുകിനി എന്നതുവണ്ണമാണ് താൻ നേരിടുന്നത് എന്ന ഭാവം. എന്നാൽ ഇറാനെ ഭയപ്പെട്ടോടിയ ട്രംപിൻ്റെ കഥയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ നിറയുന്നത്. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷം തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് മടങ്ങിയ ട്രംപ് വിമാനം മാറിക്കയറുക മാത്രമല്ല, കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇപ്പോൾ ലോകമാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. വാഷിംഗ്ടൺ പോസ്റ്റ്, ഡെയിലി മെയിൽ തുടങ്ങി സർവമാന മാധ്യമങ്ങളിലും ഈ വാർത്ത നിറയുന്നു. ഇറാനിൽ നിന്നുള്ള ശക്തമായ ഭീഷണിയെ തുടർന്ന് എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിൽ ഒളിച്ച ട്രംപിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെ വലിയ നാടകീയ നീക്കമെന്നൊക്കെയാണ് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിവരിക്കുന്നത്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷമായിരുന്നു ഈ സംഭവങ്ങൾ. ഔദ്യോഗിക അറിയിപ്പനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് US പ്രസിഡന്റുമാരുടെ വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ കയറി ബ്രിട്ടനിലേക്ക് പോകുന്നു എന്നായിരുന്നു മാധ്യമപ്രവർത്തകർക്കുള്ള അറിയിപ്പ്. അങ്ങനെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് വാർത്താ ക്യാമറകൾക്ക് മുന്നിലൂടെ എയർഫോഴ്സ് വണ്ണിൻ്റെ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോകുന്നു, വിമാനത്തിനുള്ളിലേക്ക്. ഇങ്ങനെ വിമാനത്തിലേക്ക് കയറിപ്പോകുമ്പോഴും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഖത്തർ സർക്കാർ സംഭാവന ചെയ്ത 747-8 വിമാനത്തിലാണ് ട്രംപ് തുർക്കിയിലെത്തിയത്. ഉച്ചകോടി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ പുതുതായി സജ്ജീകരിച്ച ഖത്തർ സമ്മാനിച്ച വിമാനത്തിലായിരിക്കില്ല അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്ന് ട്രംപിന് വേണ്ടി ഉദ്യോഗസ്ഥർ വിവരിച്ചു. പഴയ കാലത്തിൻ്റെ ഓർമ്മയ്ക്കായി അവിടെ പറന്നെത്തിയ പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിലായിരിക്കും മടങ്ങുക. തുടർന്നാണ് ട്രംപ് അങ്കാറയിലെ പഴയ മോഡൽ എയർഫോഴ്സ് വൺ ജംബോ ജെറ്റിലേക്ക് ചെന്ന് കയറുന്നത്. ട്രംപ് കോണിപ്പടികൾ കയറി വിമാനത്തിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ മാധ്യമപ്രവർത്തകർ പകർത്തി. ലോകത്തിലെ സർവമാന ചാനലുകളിലും മാധ്യമങ്ങളിലും ഇത് മിന്നിച്ചു. ഈ വിമാനം UK ഒരു സൈനിക താവളത്തിലേക്കാണ് പോകുന്നത്. വിമാനത്തിൽ മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം. എന്നാൽ ഇതിനിടയിലായിരുന്നു ഒരു ഇറാൻ ഭീഷണി ട്രംപിനുണ്ടായത്. ഈ വിമാനത്തിന് എന്തെങ്കിലും അപകടമുണ്ടായാൽ ട്രംപിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭയന്നു. അവർ ഒരു പദ്ധതി തയ്യാറാക്കി. വിമാനത്തിനരികിലേക്ക് വന്ന ഒരു കാറ്ററിംഗ് ട്രക്ക്. ഈ ട്രക്കിൽ നിന്ന് ഒരു കണ്ടെയ്നർ വിമാനത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഉയരുന്നു. എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് ഇരിപ്പുറപ്പിച്ചു എന്ന് മാധ്യമപ്രവർത്തകരൊക്കെ വിശ്വസിച്ച നിമിഷങ്ങൾ. യാത്ര ചെയ്ത പത്രപ്രവർത്തകരോട് വിമാനത്തിൻ്റെ ജനൽ വിരിപ്പുകൾ താഴ്ത്തിയിടാൻ ക്രൂ ആവശ്യപ്പെടുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമാണ് ഇതെന്നും വിമാനത്തിലെ ക്രൂ അറിയിച്ചു. ഈ സമയത്ത് തന്നെയായിരുന്നു കേറ്ററിംഗ് ട്രക്കിൻ്റെ വരവ്. ട്രക്കിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന കണ്ടെയ്നറിലേക്ക് സ്യൂട്ടും കോട്ടുമിട്ട ഒരാൾ കടക്കുന്നത് കണ്ടു എന്ന വിവരം പിന്നീട് പുറത്തു വന്നു. എന്തായാലും ഭക്ഷണ വണ്ടിയിലേക്ക് ഒളിച്ചു കടക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഈ കണ്ടെയ്നർ പിന്നീട് ആ കേറ്ററിംഗ് ട്രക്കിലേക്ക് സജ്ജീകരിക്കുകയും ഒരു ചെറുവിമാനത്തിനരികിലേക്ക് ഈ ട്രക്ക് പിന്നീട് നീങ്ങുന്നതും കാണാം. മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരുമൊക്കെ ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിലുണ്ട് എന്ന് ധരിച്ചിരിക്കെ ട്രംപിനെ ചെറുവിമാനത്തിലേക്ക് മാറ്റുന്നു. പിന്നീട് ഇതേ കണ്ടെയ്നർ ആ ട്രക്കിൽ നിന്ന് മറ്റൊരു ചെറുവിമാനത്തിനരികിലേക്ക്, അടുത്തുള്ള C-32A വിമാനത്തിലേക്കാണ് ഈ കണ്ടെയ്നർ ട്രക്ക് കൊണ്ടുപോയത്. പിന്നീട് ഈ കണ്ടെയ്നർ ട്രക്ക് കൊണ്ടുപോയത് തൊട്ടടുത്തുള്ള ഒരു ചെറുവിമാനത്തിലേക്ക്. ഇങ്ങനെ ഈ കണ്ടെയ്നർ ട്രക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ പീറ്റ് ഹെഗ്സത്ത് നേരെ എയർഫോഴ്സ് വണ്ണിലേക്ക് വന്നു കയറുന്നു. വിമാനം സാധാരണയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഹെഗ്സത്തിൻ്റെ ഈ വരവ്. നേരെ പടികളൊക്കെ കയറി വിമാനത്തിനുള്ളിലേക്ക്. മാധ്യമപ്രവർത്തകർ ഒക്കെ ട്രംപ് ഉള്ളിലുണ്ട് എന്ന് കരുതിയിരിക്കുന്നു. എയർ ട്രാഫിക് കൺട്രോളിൽ എയർഫോഴ്സ് വൺ എന്ന ചിഹ്നം തെളിഞ്ഞു. സാങ്കേതികമായി അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന വിമാനം. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് കയറിയ വിമാനവും മാധ്യമപ്രവർത്തകർ കയറിയ വിമാനവും രണ്ടും നേരെ UK സൈനിക ബേസിലേക്ക്. അവിടെ നിന്ന് വീണ്ടും ട്രംപിനെ എയർഫോഴ്സ് വൺ ജെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ UK നിന്ന് ഖത്തർ സംഭാവന ചെയ്ത വിമാനത്തിൽ അമേരിക്കയിലേക്ക് തിരിക്കാനാണ് പദ്ധതി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ നിന്ന് താഴെ ഇറങ്ങി ഖത്തർ സമ്മാനിച്ച വിമാനത്തിലേക്ക്. ആ വിമാനത്തിൽ വെച്ച് ഇറാൻ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ട്രംപ് മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുന്നു. ഏകദേശം 15 മിനിറ്റ്. ഇതിനിടയിൽ തുർക്കിയിൽ വെച്ച് വിമാനത്തിലെ ജനൽ വിരികൾ താഴ്ത്താൻ എന്തുകൊണ്ടാണ് തങ്ങളോട് പറഞ്ഞത് എന്ന് ട്രംപിനോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ചില വൃത്തികെട്ട ബാഗുകൾ കാരണം നിങ്ങൾ അപകടകരമായ ഒരു വിമാനത്തിലാവാതിരിക്കാനാണ് ഇത്തരമൊരു നടപടിയെന്ന് ട്രംപ് വിശദീകരിച്ചു. തൻ്റെ ജീവൻ എപ്പോഴും ഭീഷണിയുണ്ട് ഇറാനിൽ നിന്ന് ഇത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ട്രംപിൻ്റെ വാക്കുകൾ.
ഇറാനിയൻ മാധ്യമങ്ങൾ പ്രഥമ വനിത മെലാനിയ ട്രംപിനെയും ബാരൻ ട്രംപിനെയും പിന്തുടരും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമ വനിത ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളും കൊലയാളികൾക്ക് അവരെ എങ്ങനെ ലക്ഷ്യം വയ്ക്കാം എന്നും എടുത്തു കാണിക്കുന്ന പുതിയ AI ജനറേറ്റ് വീഡിയോ ഇറാനിൽ നിന്ന് പുറത്തു വന്നിരുന്നു. പ്രസിഡന്റ് അതുതന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അമേരിക്കയുടെ ശത്രുക്കൾ ഞങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അത്തരം ഭീഷണികൾ നേരിടാൻ ഞങ്ങൾ എല്ലാ തന്ത്രങ്ങളും പയറ്റും. ഇറാന്റെ ഭീഷണികൾ വിശ്വസനീയമെന്നാണ് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സൈനിക ആക്രമണങ്ങൾക്ക് പുറമെ ട്രംപിനെ വ്യക്തിപരമായി അവർ ലക്ഷ്യമിടുന്നു എന്ന് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ അതീവ മുൻകരുതലുകൾ തങ്ങൾ എടുക്കുന്നു എന്നാണ് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഖത്തർ സംഭാവന ചെയ്ത ജെറ്റിന് നേർക്കായിരുന്നില്ല ഭീഷണികൾ. പകരം അമേരിക്കൻ പ്രസിഡന്റ് നേർക്ക് തന്നെയായിരുന്നു ഭീഷണി എന്നും ചില സൂചനകൾ പുറത്തുവന്നു. പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു അത്യാധുനിക വിമാനമാണ് പുതിയ എയർഫോഴ്സ് 1. വളരെ സുരക്ഷിതവും പ്രസിഡൻഷ്യൽ ദൗത്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായ എയർഫോഴ്സ് 1 ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളാൽ ഈ വിമാനം സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എങ്കിലും വിമാനത്തിന് കൂടുതൽ സുരക്ഷാ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വരുന്ന ഒരു മാസത്തേക്ക് ഖത്തർ സമ്മാനിച്ച വിമാനത്തിലായിരിക്കില്ല തൻ്റെ യാത്രകൾ. ഈ കാലയളവ് ഉപയോഗിച്ച് വിമാനം കൂടുതൽ മെച്ചപ്പെടുത്തും. പഴയ മോഡലിൽ സജ്ജീകരിച്ചിരുന്ന സുപ്രധാന പ്രതിരോധ സംവിധാനങ്ങൾ പുതിയ മോഡലിലില്ല. മിസൈൽ പ്രതിരോധ ശേഷി പൂർണ്ണമായും സജ്ജമാക്കിയതിനു ശേഷം മാത്രമേ ഈ വിമാനം വീണ്ടും പ്രസിഡൻഷ്യൽ ആവശ്യത്തിനായി ഉപയോഗിക്കൂ എന്നാണ് അമേരിക്ക പിന്നീട് വിശദമാക്കിയത്. ഖത്തർ സമ്മാനിച്ച എയർഫോഴ്സ് 1 പഴയ അമേരിക്കയുടെ എയർഫോഴ്സ് 1 മറ്റൊരു ഡെമ്മി എയർഫോഴ്സ് 1ഉം അവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ വിമാനങ്ങൾ എല്ലാം ഒരുമിച്ചാണ് നേരെ UK യാത്ര തിരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുമ്പോൾ US സീക്രട്ട് സർവീസും US മിലിറ്ററിയും ലോകത്തിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ വലയമൊരുക്കും. ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാൻ ഒന്നിലധികം വിമാനങ്ങൾ, പ്രത്യേകിച്ച് സമാനതകളുള്ള വിമാനങ്ങൾ അവർ ഉപയോഗിക്കും. ഇതിൻ്റെ ഭാഗമാണ് ഡെക്കോയ് തന്ത്രങ്ങൾ. 2000 ആണ്ടിൽ ബിൽ ക്ലിൻ്റൺ അന്ന് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവരുടെ ഔദ്യോഗിക എയർഫോഴ്സ് 1 വിമാനം വ്യാജമായി പറത്തിവിട്ട് രഹസ്യമായി മറ്റൊരു ചെറു വിമാനത്തിലായിരുന്നു യാത്ര ചെയ്തത്. പ്രസിഡൻഷ്യൽ വിമാനമായ എയർഫോഴ്സ് 1ൽ റഡാറുകളെ വെട്ടിക്കാനുള്ള സാങ്കേതിക വിദ്യ, ആൻറ്റി മിസൈൽ കൗണ്ടർ മെഷേഴ്സ്, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയൊക്കെ സജ്ജമാണ്. പ്രസിഡന്റ് ഒരു രാജ്യത്തോ ഒരു സ്ഥലത്തോ എത്തുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് നൂറുകണക്കിന് സീക്രട്ട് സർവീസ് ഏജന്റുമാർ ആ രാജ്യത്തെയും അവിടുത്തെ പ്രാദേശിക സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് സുരക്ഷാ തടസ്സങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ശക്തമായ മുന്നൊരുക്കങ്ങളാണ് അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ കാലയളവിൽ ചെയ്യുന്നത്. അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായതോടെ അമേരിക്കയുടെ പ്രതികരണം. അമേരിക്കയ്ക്ക് ഒട്ടനവധി ശത്രുക്കളുണ്ട്. അവർ പ്രസിഡന്റിനെ ലക്ഷ്യമിടുന്നു. അത്തരം ഭീഷണികളെ ചെറുക്കാൻ ബുദ്ധിപരമായ തന്ത്രങ്ങളും സുരക്ഷാ മാർഗങ്ങളും ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ വഴികളും ഞങ്ങൾ ഉപയോഗിക്കും. എന്നാൽ ഇറാനിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണിയും ഖത്തർ നൽകിയ പുതിയ വിമാനത്തിൻ്റെ സുരക്ഷാ പരിമിതികളുമാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ നിറയുന്ന ചർച്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.